ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയും അതേപോലെ തന്നെ മാളവികയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ വഴിയെ മനസ്സിലാവും. മാളവിക, നീ ഇങ്ങനെ കമ്പനി തന്നെ അടഞ്ഞുമൂടി ഇരുന്നാൽ മതിയോ? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? നമ്മൾ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാർ, അതൊക്കെ വേണം സാർ. കമ്പനി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ല സാർ. ഞാൻ അവിടെ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി തെറിക്കില്ല സാർ. അത് വേണോ സാർ എന്ന് ചോദിക്കുമ്പോൾ അത് വേണമല്ലോ. കാരണം ഞാനറിയാതെ അവിടെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല മാളു. ഞാനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അയ്യോ സാറാണല്ലേ അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? സാറാണോ MD എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി ഒന്ന് ചിരിക്കാം. അങ്ങനെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MD ഒന്നും ആയിട്ടില്ല, അധികം താമസിയാതെ MD ഒക്കെ ആവും. അല്ല സാർ, ഞാനേ ഒരു കാഴ്ച കണ്ടായിരുന്നു. ഡേവിഡ് സാറ് കുറേ സ്റ്റാഫുകളിട്ട് ഭയങ്കര ഭരണം പൊളിച്ചെടുക്കായിരുന്നു. അയാൾ ഭയങ്കര അധികാരമാണല്ലോ സാർ കാണിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാളു, അയാൾക്ക് കുറച്ച് ഓവറായിട്ടാണ് എല്ലാവരോടും കൂടി കൂടുതൽ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതെല്ലാം ഒന്ന് നിർത്തി കൊടുക്കണം. അങ്ങനെ ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഈ ഞാനുള്ളപ്പോൾ. അതെ സാർ, അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. സാർ എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലോ ഡേവിഡ് സാറൊക്കെ സാറിൻ്റെ കീഴിലാണെന്നൊക്കെ. എന്നിട്ട് സാറിനെ പോലും ധിക്കരിച്ചു കൊണ്ടാണല്ലോ സ്റ്റാഫുകളെയൊക്കെ അയാൾ കിടന്ന് പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്തി കൊടുത്തോളാം, അയാളെ പേടിപ്പില്ലൊക്കെ ഞാൻ നിർത്തിക്കൊടുത്തോളാം. പിന്നെ മാളു, ഈ സാറ് എന്നുള്ളൊരു വിളി അതങ്ങോട്ട് ഒഴിവാക്കിയേര്. എന്തിനീ സാറെന്ന് വിളിക്കുന്നത്? എന്നെ അഭിയെന്ന് വിളിച്ചാൽ മതി, അതാണ് എനിക്കിഷ്ടം. അയ്യോ സാറ് ഇത്രയും വലിയ കമ്പനിയുടെ എല്ലാം അല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് സാറിൻ്റെ പേര് വിളിക്കാനായിട്ട് പറ്റുമോ? തൽക്കാലം ഈ സാറ് വിളി അങ്ങോട്ട് തുടരട്ടെ സാർ. അതിനുശേഷം നമുക്ക് പതിയെ മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. അത്രയും മതി സാർ എന്നിങ്ങനെ പറയാം. അപ്പം അതൊക്കെ മാളുവിൻ്റെ ഇഷ്ടം. സാർ ഇപ്പോഴും പറഞ്ഞില്ല നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന്. എനിക്കാണെങ്കിൽ ഒരുപാട് വർക്കുകളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് തീർക്കാന്നേ. നമുക്കിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. എന്നിട്ട് അവിടെ പോയി ഒരു കോഫിയോ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം. ആണോ? അതിനു വേണ്ടിയാണോ സാർ പോകുന്നത്? എനിക്ക് മാളുവിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് മാളുവിനെ കൊണ്ട് ഞാൻ പോകുന്നത്. എന്താ മാളുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എൻ്റെ ഒപ്പം കോഫി കുടിക്കാനായിട്ട്? അതൊന്നുമില്ല സാർ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ സാറിനോട്. അല്ല സാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ സാറിൻ്റെ തലപ്പത്ത് ആരോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് ആ ഒരു രീതിയിലല്ലേ എല്ലാ അധികാരങ്ങളും കാണിക്കുന്നത്. അതാരാണ് സാർ? അദ്ദേഹം ആരാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാളുവേ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അയാളും ഞാനും തമ്മിലുള്ള ബന്ധം. അതെന്ത് ബന്ധമാണ് സാർ? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണോ? ഇത് കേട്ട അഭി പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ സാറേ? ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ ചിരിക്കുകയാണല്ലോ. അല്ല, ഞാനിപ്പോൾ എന്ത് കാര്യങ്ങളും ചോദിച്ചാലും സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ച് മറയ്ക്കുന്നുണ്ട്. എന്താ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മാളു വലിയ ഡിസൈനർ അല്ലേ, അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയും അല്ലേ? ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്ന് എടുത്തെടുത്ത് പറയുകയാണ്, ഈ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ അല്ലേ മാളു? എന്താ സാർ, ഞാൻ പറയുന്നത് സത്യമാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും പറയേണ്ട സമയമായിട്ടില്ല മാളു. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ മാളുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. എന്താ അതുപോലെ? ഇത് കേട്ട മാളുവാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എടാ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടുക്കോടാ. ഞാനും സാറും നിന്റെ പിന്നാലെ തന്നെയുണ്ട്. നീ പറഞ്ഞില്ലെങ്കിലും സകല കാര്യങ്ങളും ഞങ്ങൾക്കും അറിയാടാ. പിന്നെ ആ തലപ്പത്തിരിക്കുന്ന ആൾ ആരാണെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതിനു വേണ്ടി തന്നെയാടാ നീ പറയുന്നിടത്തെല്ലാം ഞാൻ വരുന്നതടാ എന്നും പറഞ്ഞുകൊണ്ട് മാളവിക ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ അഭിയും അതേപോലെ തന്നെ മാളവികയും കൂടി ഒരു സ്ഥലത്ത് കഴിയുമ്പോൾ സാർ, എന്താ സാർ എന്താണ് ഈ ഹോട്ടലിലോട്ടൊക്കെ വന്നിരിക്കുന്നത് സാർ? സാറ് പറഞ്ഞത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്നല്ലേ പറഞ്ഞത്? അവിടെ പോയി വല്ല ജ്യൂസോ കാപ്പിയോ അല്ലെങ്കിൽ ഇതിൽ കഴിക്കുകയോ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ സാർ ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നത്? അയ്യേ മാളു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
അതിന് നമ്മളിവിടെ വന്നെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഏ ദേ ഒന്ന് ഫ്രഷ് ആകണം, അത്രേ മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ടെൻഷനൊന്നും അടിക്കേണ്ടെന്നേ. എന്താ സാർ ഇത്, ഇവിടെയൊക്കെ എന്നെ പരിചയമുള്ളവർ ആരെങ്കിലൊക്കെ വരും സാർ, അതുകൊണ്ട് അത് വല്ലാത്തൊരു പ്രശ്നമാവില്ല. ഇവിടെ മാളുവിനെ പരിചയമുള്ള ആരും വരില്ല, എന്നെ പരിചയമുള്ള ആൾക്കാരെ വരെയുള്ളൂ. അത് നമുക്ക് അനുകൂലമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേടിക്കണ്ട എൻ്റെ മാളു. ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എൻ്റെ ഒപ്പം വാ. അല്ല സാറിൻ്റെ ഭാര്യ ചിലപ്പോൾ വന്നാലോ? എനിക്ക് അവളുടെ കാര്യം കേൾക്കേ വേണ്ട. അവളൊരു വൃത്തികെട്ടവളാ, മനുഷ്യനെ സ്വസ്ഥത തരാത്തവളാ. എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എങ്ങനെയോ ഒരു കുഞ്ഞ് ജനിച്ചു പോയി. ഇനി ആ കുഞ്ഞു പോലും എൻ്റെ കുഞ്ഞാണെന്ന് ആർക്കറിയാം? അവളെ പൈസക്ക് വേണ്ടി എന്നും ചെയ്യും. അതുകൊണ്ടാണല്ലോ പൈസ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മോഡലായിട്ട് ഏഞ്ചുലറിലേക്ക് അവൾ കുതിച്ചു വന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവളെ നല്ല സ്ത്രീയല്ല, അവളെ ചീത്ത സ്ത്രീയാണ്. ഞാൻ പറഞ്ഞോ, പൈസക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാനായിട്ട് അവൾക്ക് ഒരു മടിയില്ല. സ്വസ്ഥത നശിച്ചു പോയി മാളവികയെ. എനിക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥത കിട്ടണം. അതുകൊണ്ടാ എൻ്റെ മനസ്സിൽ നിന്നോടൊരു ഇഷ്ടം തോന്നി. നീ എത്ര നല്ല ഡീസൻ്റ് കുട്ടിയാണ്. അതുകൊണ്ട് നിന്നോടൊത്ത് കുറച്ച് നേരം ചിലവഴിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. നമുക്ക് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്ന് പോകാം. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാം. ഏതായാലും മാളും എൻ്റെ ഒപ്പം കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്നാണ് മാളവി ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവർ ലിഫ്റ്റിൽ കയറി നേരെ ഹോട്ടൽ റൂം ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ റൂം ലക്ഷ്യമാക്കി ഈ അഭിയാണെങ്കിൽ റൂം തുറന്ന് അകത്തേക്ക് കയറുക. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും, സാർ എന്താ സാർ റൂമിലോട്ടൊക്കെ കയറുന്നത്, എന്തിനിപ്പോൾ റൂമിലേക്ക് കയറി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ വാ മാളു. ഇല്ല ഞാൻ വരില്ല, സാറല്ലേ പറഞ്ഞത് ബാത്റൂമിലൊന്ന് പോകണമെന്ന്, അത്രയല്ലേ ഉള്ളൂ. പുറത്ത് വാഷ്റൂം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ സാർ ഈ റൂം എടുത്തിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നത്? അത് പിന്നെ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലെന്നേ. മാളവി കയറി വാ സാർ. ഇങ്ങനത്തെ ഏർപ്പാടൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സാർ. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല സാർ. അയ്യോ, അതിനൊരു കുഴപ്പമില്ലല്ലോ. ഇവിടെ എൻ്റെ ഉള്ളിലോട്ട് കയറിയെന്ന് വിചാരിച്ച് ഞാൻ മാളൂനൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ലെന്നേ. മാളു ഇങ്ങോട്ട് കയറി വാ. മാളുവിനെ അത്രയ്ക്കും വിശ്വാസക്കുറവാണ് മാളൂനെ എന്ന് പറഞ്ഞാൽ മാളവികയെ വിളിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് ഡോറടക്കുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഈ അഭിയാണെങ്കിൽ മാളവികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. എന്താ സാറിന് ഫ്രഷ് ആവണ്ടേ സാർ? എനിക്ക് പോകണം സാർ. അങ്ങനെ പോകാൻ വരട്ടെ മാളു. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നിന്നോടൊന്ന് സംസാരിക്കാനും എൻ്റെ മനസ്സ് തുറന്ന് കാണിക്കാനൊക്കെ അല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാളവിയുടെ കവളിലൊന്ന് തൊടുക. അതപ്പോൾ തന്നെ മാളവിക്ക് മനസ്സിലായി ഇവൻ്റെ ലക്ഷ്യം ശരിയല്ലെന്ന്. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും അടിച്ചിട്ട് രക്ഷപ്പെടണമെന്ന് മാത്രമേ മാളവിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാളവിയെ പറയണം, സാർ വിട് സാർ ഇതൊന്നും നല്ല ഏർപ്പാടല്ല സാർ. ഞാൻ അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയല്ല സാർ. എനിക്ക് നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചാണ് സാർ. ഞാൻ ഇതേപോലെ ആരില്ലാതെ ഹോട്ടലിലൊക്കെ ഒന്നും വന്നിട്ടില്ല സാർ. മാളവിക, നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിനൊക്കെ പോകാൻ നേരത്ത് ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല സാർ. ഞാനങ്ങനെ ആരോടൊപ്പം ഒരു ഹോട്ടലിലും പോയിട്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല സാർ. സാറ് പോയിക്കണ്ടേ, എനിക്ക് തിരിച്ചു പോകണം. എടി നീ കൂടുതൽ പരിവൃത്ത ചമയാൻ നിൽക്കണ്ടേ. നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടി എന്നൊക്കെ പറയാണ്. സാർ അനാവശ്യം പറയാൻ നിൽക്കരുത് സാർ. എനിക്ക് വീട്ടിലോട്ട് പോകണം. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്നെ വീട്ടിലോട്ട് തിരിച്ചു വിടാനല്ല, നിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ദിവസം എൻ്റെ ഒപ്പം കഴിയാൻ വേണ്ടി തന്നെയാണ്. നിന്നെ അങ്ങനെ വിടുന്ന പ്രശ്നമില്ല, മാറണോ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാളവിക തള്ളി ഈ അഭിയെ താഴെ ഇടുകയാണ്. പക്ഷേ അഭിയാണെങ്കിൽ മാളവികയെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല. മാളവികയുടെ പിന്നാലെ ഓടിച്ചെന്ന് ഇങ്ങോട്ട് വാടി, നിന്നെ ഞാൻ ഡോർ തുറക്കാൻ സമ്മതിക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് മാളവികയെ പിടിച്ച് വലിച്ചഴച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും മാളവികയുടെ സർവ്വശക്തി ഉപയോഗിച്ചിട്ട് നേരെ വീണ്ടും അഭിയെ തള്ളി താഴെയിട്ടിട വഞ്ചക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോറും തുറന്നിട്ട് ഒറ്റ ഓട്ടമാണ്. പക്ഷേ പിന്നീട് അഭിക്ക് മാളവികയെ പിടിക്കാനും കഴിഞ്ഞില്ല. അപ്പം മാളവിക പോയത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അഭിക്ക് കലി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നീ പോടി, നീ എത്രത്തോളം ഓടുമെന്ന് എനിക്കൊന്നറിയാലോ. നീ പോകുമ്പോൾ നീ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയൂ അല്ലേ? അതൊന്ന് കാണണമല്ലോ. നിന്നെ രക്ഷപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഇവളിങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യണം. ഇവള് ഏഞ്ചുലറിൽ ഇപ്പം ചാരപ്പണി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ നമ്മുടെ അപ്പം ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം, ഇവിടെ വെറുതെ വിടാനായിട്ട് പാടില്ലെന്ന്. അങ്ങനെ നമ്മുടെ മാളവിക രക്ഷപ്പെട്ടൊരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവുക.
ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ മാളവികയ്ക്ക് ഭയങ്കര സങ്കടമാണ്. തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ, ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ദൈവമേ, ഒരു നിമിഷം തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൻ്റെ ജീവിതം മുഴുവനും അവൻ കുളം തോണ്ടിയാനായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെയും മക്കളുടെ മുന്നിൽ താൻ എങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കും എന്നൊക്കെയായിരുന്നു മാളവികയുടെ ചിന്ത. ആകെ സങ്കടപ്പെട്ടു പോവുക. ആ സമയത്താണ് ഒരു വലിയൊരു വണ്ടിയായിട്ട് വന്നിട്ട് കുറേ ഗുണ്ടകൾ ഈ ഓട്ടോറിക്ഷ തടയുക. ഓട്ടോറിക്ഷ തടയുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഗുണ്ടകളെല്ലാം ഇറങ്ങിയിട്ട് നമ്മുടെ മാളവികയെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോകും. മാളവിക വിട് വിടുന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും ഗുണ്ടകളുള്ളതുകൊണ്ട് മാളവികയ്ക്ക് തന്നെ ശക്തിയൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ മാളവികയെ വണ്ടിയിലേക്ക് കയറ്റി നേരെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോയി കെട്ടി പൂട്ടി ഇട്ടിരിക്കുക. അതായത് കൈയൊക്കെ കെട്ടി മുറുക്കി അങ്ങനെ ഇട്ടിരിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ എന്നെ വിട് വിട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ദാ വരുന്നടാ ഡേവിഡ് സാർ. അപ്പോൾ ഡേവിഡിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാളവികയാണെങ്കിൽ അവിടെ നിന്ന് പതിയെ എണീക്കുക. എന്നെ കഴിഞ്ഞിട്ട് സാർ എന്താ സാർ ഇത് കണ്ടില്ലേ സാർ, ഇവരെല്ലാവരും കൂടി എന്നെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു സാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ആണോ, അത് ശരി, അവർ എൻ്റെ ആൾക്കാരാണ് സാർ. എന്തൊക്കെയാണ് സാറേ കേൾക്കുന്നത്, എന്തിനാണ് സാറേ എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അതോ പറയാം, വ്യക്തമായിട്ട് തന്നെ പറയാം. നീയേ ജ്വല്ലറിയിൽ ചാരപ്പണി ചെയ്യാൻ വേണ്ടി വന്നതാണല്ലേ? തികഞ്ഞപ്പോഴേക്കും സാർ എന്തൊക്കെയാണ് ഈ സാർ പറയുന്നത്? ഞാൻ ചാരപ്പണി ചെയ്യാനോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. നീ ഏതായാലും ഞങ്ങൾക്ക് വരച്ചെന്ന ഡിസൈൻ മറ്റാരോ വരച്ചെന്നാണ് സാർ. ഞാനൊരു ഡിസൈനറായിരുന്നു സാർ, ഡിസൈനറാണ് ഞാൻ. മൂർത്തീസ് ജ്വല്ലറിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നീ മൂർത്തീസ് കമ്പനിയിൽ ജോലിയൊന്നും ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ കുടുംബത്തോടെ നിന്നു. പിന്നീട് നിനക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. സാർ ഞാൻ പറയുന്ന മുഴുവൻ സത്യമാണ് സാർ. ഞാൻ ഏഞ്ചലറി ചതിച്ചിട്ടില്ല സാർ. ഞാൻ സ്വന്തമായിട്ട് വരച്ച ഡിസൈനാണ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നിൻ്റെ അടവെല്ലാം നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി മോളെ. നീ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കാണുമല്ലോ സാർ. എന്നെ ഉപദ്രവിക്കരുത് സാർ, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് മാളവികയോടെ കിടന്ന് കെഞ്ചി പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് ഇവരാരും തയ്യാറാകുന്നുമില്ല. അങ്ങനെ നമ്മുടെ മാളവികയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണം. മാളവിക അവിടെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ദാ വരുന്നു വേറൊരുത്തൻ. അത് അയാളെ കണ്ട് മാളവിക ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, നമ്മുടെ നാഗേന്ദ്രനായിരുന്നു. മാളവികയുടെ മുന്നിലേക്ക് നാഗേന്ദ്രൻ വന്നിട്ട്, ഞാൻ നാഗേന്ദ്രൻ, ജ്വല്ലറിയുടെ യഥാർത്ഥ MD. ഇയാളെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും താൻ ആരെയാണോ മനസ്സിൽ കാണണമെന്ന് ആഗ്രഹിച്ചത് അയാൾ തന്നെ മാളവികയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുക. മാളവിക ഇയാളെ കണ്ടാകെ ഞെട്ടിപ്പോവുക. കാരണം മാളവിക ഇതിനു മുമ്പ് ഇയാളൊരു സ്കെച്ചും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാളവിക. അപ്പം നീ എൻ്റെ കമ്പനിയിൽ കയറിയിട്ട് എന്നെ ചതിക്കാനായിട്ട് ഒരുങ്ങിയല്ലേ? സാർ, ഞാനങ്ങനെ ആരും ചതിച്ചിട്ടില്ല സാർ. നിന്നെ സഹായിച്ചതൊക്കെ ആരാണ്? ആ നയനയാണോ? നയനയല്ലേ നിന്നെ സഹായിച്ചത്? നിനക്ക് ഡിസൈൻ എല്ലാം വരച്ചു തന്നതും നയന തന്നെയാണ് സാർ. എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തല്ല സാർ. ഞാനൊരു ഡിസൈനറാണ് സാർ. എനിക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാനൊക്കെ അറിയാം സാർ. ചെയ്യാൻ അറിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിനക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും പോരാ. നീ അവിടെ നിന്നുകൊണ്ട് നീ ഞങ്ങൾക്കുള്ള പാര പണിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സാർ. അനാവശ്യം പറയാൻ നിൽക്കരുത് സാർ. ഞാൻ അങ്ങനെ ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല സാർ. ഇല്ലേ, ചെയ്തിട്ടില്ലേ? ശരി, നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം. ഞങ്ങൾ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയാം. പക്ഷേ നീ ഇതൊന്നും നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഫോണിൽ ഈ ആദർശും അതേപോലെ തന്നെ മാളവികയും കൂടി സംസാരിച്ചിരിക്കുന്ന ഫോട്ടോയാണ് കാണുന്നത്. ഇതേതായാലും ക്രിയേഷൻ ചെയ്തല്ലോ, ഇത് ഒറിജിനൽ ഫോട്ടോയാണ് സാർ. അത് പിന്നെ ഞാനേ മൂർത്തീസ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദർശ് സാറിന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദർശ് സാറിൻ്റെ അടുത്തേക്ക് ഞാൻ കാണാൻ പോയതാണ്. ഓ, അത് ശരി. അപ്പോൾ ആദർശിനെ കാണാനായിട്ട് പോയതാണല്ലേ? എന്നിട്ട് നീ എന്തെല്ലാം ഒപ്പിച്ചു കൊടുത്തു, നീ എന്തെല്ലാം ഞങ്ങളെ ഒറ്റി കൊടുത്തു? സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി നീ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാലും നിനക്ക് വിധിക്കാൻ പോകുന്നത് മരണവിധി തന്നെയാണ് മാളവിക. ഇനി നീ ജ്വല്ലറിയിൽ ജോലി ചെയ്യണ്ട. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ മരിക്കാനായിട്ട് വിധിച്ചിരിക്കുന്നു എന്ന് ഈ നാഗേന്ദ്രൻ പറയുകയാണ്. ഇത് കേട്ട മാളവിക പേടിച്ചു പോവുകയാണ്. ഇനിയൊന്നും നോക്കാനില്ല, ആ കയറിടറ എന്ന് പറഞ്ഞപ്പോഴേക്കും മാളവിയുടെ കഴുത്തിലേക്ക് ആ കയറിടുക. കയറിട്ടപ്പോഴേക്കും മാളവിക പേടിച്ച് നിൽക്കാൻ, ദൈവമേ തൻ്റെ കഥ ഇന്നത്തോടെ കഴിഞ്ഞു എന്നും വിചാരിച്ചാണ് മാളവി നിൽക്കുന്നത്. തൂക്കടാ, ഇനി ഇവളുടെ മരണം ഇങ്ങനെ തന്നെ ആവട്ടെ
ഏഞ്ചുലറിയെ തോൽപ്പിക്കാമെന്ന ആരെയും ഈ ഞാനേ വെറുതെ വിട്ടിട്ടില്ല. മനസ്സിലായല്ലോ? ശത്രുക്കൾക്ക് ഈ ഒരു ശിക്ഷ തന്നെയാണ് ഞാൻ എന്നും കൊടുക്കാറ് എന്ന് പറയാം. ഇങ്ങനെ മാളവികയെ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ പതിയെ പതിയെ പൊക്കാനായിട്ട് നോക്ക്. മാളവിക നല്ല കനമാണല്ലോ. അപ്പോൾ ഇയാൾക്കൊട്ടൊക്കെ ഇങ്ങനെ പൊക്കാനായിട്ട് സാധിക്കുന്നില്ല. പതിയെ പതിയെ ഇങ്ങനെ പൊക്കാനായിട്ട് ഇങ്ങനെ പൊക്കി വരുമ്പോഴത്തേക്കും ദാ വരുന്നു നമ്മുടെ ആദർശ് ഒരു വലിയൊരു സിമന്റ് ചാക്ക് എടുത്തിട്ട് ഇവന്റെ മേത്തേക്ക് അടുത്ത് എറിയാണ്. ഇവനാണെങ്കിൽ ബോധം കിട്ടാൻ അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. മാളവിക രക്ഷപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കിയപ്പോൾ ആദർശ്. അപ്പോൾ ഈ നാഗേന്ദ്രൻ ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വിട്ടഴിച്ച് പോവുകയാണ്. കാരണം ആദർശ് തന്നെ കണ്ടു കഴിഞ്ഞാൽ പണിയാവുമെന്ന് ഇയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ അവിടെ നമ്മുടെ ആദർശിൻ്റെ അതിഗംഭീര ഇടി തുടങ്ങുകയാണ്. എല്ലാവരെയും ഇടിച്ച് നിരപ്പാക്കി മാളവിയുടെ കഴുത്തിൽ നിന്ന് ആ ഒരു കയറും മാറ്റി പൂട്ടിയിട്ടിരിക്കുന്ന ആ കൈയും അഴിച്ചു മാറ്റി എല്ലാം മാളവികയെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഡേവിഡിൻ്റെ ചങ്കത്ത് നോക്കി തന്നെ ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡേവിഡ് ആ ഒരു ചവിട്ടി തന്നെ ബോധം കെട്ടൊരവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ മാളവികയും കൊണ്ട് നമ്മുടെ ഈ ആദർശ് രക്ഷപ്പെടുന്ന രംഗമാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.